എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 3-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വോട്ടെണ്ണുന്നതിന് ഇനി കാത്തിരിപ്പ് 2 രാത്രികളും 1 പകലും മാത്രം. തിങ്കളാഴ്ച രാവിലെ 8 മണി മുതൽ നമ്മുടെ സംസ്ഥാനം ഇനി ആര് ഭരിക്കുമെന്ന ഫലമറിയാനാകും. നമ്മുടെ സംസ്ഥാനത്തിന് പുറമെ ആസാം, തമിഴ്നാട്, ബംഗാൾ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നതാണ്. നിലവിലെ സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് അവസാനിച്ചു. രാജ്യത്ത് പെട്രോളുകൾക്കും ഡീസലിനും വില കൂടും. ഒപ്പം വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിനും വില വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ വരുന്നത്. ഒരാഴ്ചക്കകം ഇതിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എണ്ണ കമ്പനികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാനാകില്ല എന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. പെട്രോളിനും ഡീസലിനും 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം LPG സിലിണ്ടറുകൾക്ക് 40 മുതൽ 50 രൂപ വരെ വർധനവിനാണ് സാധ്യതയുള്ളത്. കഴിഞ്ഞ ദിവസം വാണിജ്യ സിലിണ്ടറിന് 993 രൂപ ഒറ്റയടിക്ക് കൂട്ടി ഞെട്ടിച്ചിരുന്നു കേന്ദ്ര സർക്കാർ. ഇതിന് പിന്നാലെയാണിപ്പോൾ 50 രൂപ കൂടി ഗ്യാസിന് വില വർദ്ധിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നിലവിൽ കേരളത്തിൽ ശരാശരി ഗാർഹിക പാചകവാതക സിലിണ്ടറിൻ്റെ വില 921 രൂപക്ക് മുകളിലാണ്. 50 രൂപക്ക് കൂടി വർദ്ധിപ്പിക്കുമ്പോൾ 970 മുകളിലേക്ക് എത്തും. നിലവിൽ അവസ്ഥയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഡെലിവറി ചാർജ് എന്ന പേരിൽ 1000 രൂപക്ക് മുകളിൽ തുക ഈടാക്കുന്നുണ്ട്. 50 രൂപ കൂടി കൂടുകയാണ് എങ്കിൽ 1100 മുകളിലേക്ക് ഈ ഒരു പണവും പോകും എന്നുള്ള ആശങ്കയാണ് ഗുണഭോക്താക്കൾ. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നത്. ഫെബ്രുവരിയിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് 50 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. 4 മാസം കൊണ്ട് വാണിജ്യ സിലിണ്ടറിന് 1500 രൂപയിൽ അധികമാണ് കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിച്ചത്. ആധാറുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. ആധാർ കാർഡ് ഒരു വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖയായി, അതായത് ഐഡന്റിറ്റി പ്രൂഫായി ഉപയോഗിക്കാം എങ്കിലും അത് ജനനത്തീയതി തെളിയിക്കാനുള്ള സാധുവായ രേഖയായി കണക്കാക്കാനാവില്ല എന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി. ഔദ്യോഗിക വെരിഫിക്കേഷൻ നടപടികളിൽ ആധാറിൻ്റെ നിയമപരമായ സ്ഥാനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കാനാണ് ഈ വിശദീകരണം. ആധാറിൻ്റെ പ്രാഥമികമായ ധർമ്മം ഐഡന്റിറ്റി ഒതന്റിക്കേഷൻ, അതായത് തിരിച്ചറിയൽ ഉറപ്പാക്കുക എന്നതാണ് എന്നും അല്ലാതെ പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല എന്നും UIDAI അറിയിച്ചു. അതിനാൽ മറ്റ് സംവിധാനങ്ങളുമായി ചേർന്ന് തിരിച്ചറിയൽ ആവശ്യങ്ങൾക്ക് മാത്രമായി ആധാർ ഉപയോഗിക്കണമെന്നും അതോറിറ്റി അറിയിപ്പിൽ വ്യക്തമാക്കി. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ച 5 പേരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ച് സർക്കാരിൻ്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ധനസഹായം ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്ത ആളുകളുടെ കുടുംബങ്ങൾക്ക് മാത്രമായിരിക്കും ലഭിക്കുക. പരിക്കേറ്റ കുട്ടികളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ ലഭിച്ചില്ല. ഇനി എന്നാണ് ക്ഷേമ പെൻഷൻ 2000 രൂപ ലഭിക്കുക എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത്. മെയ് മാസത്തേക്ക് കടന്നതോടുകൂടി ഈ ചോദ്യങ്ങൾ കൂടിയിട്ടുണ്ട്. മെയ് 4-നാണ് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത്. ഇന്ന് മെയ് 2-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ നിലവിലെ മന്ത്രിസഭയുടെ അവസാന മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷമേ ഇനി അടുത്ത മന്ത്രിസഭാ യോഗം ഉണ്ടാവുകയുള്ളൂ. LDF വന്നാലും UDF വന്നാലും മെയ് 25-ന് മുമ്പ് മന്ത്രിസഭ രൂപീകരിക്കും. അപ്പോൾ മെയ് 25-ാം തീയതി മുതൽ നമുക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരാണ് അധികാരത്തിൽ വരുന്നത് എന്ന് 4-ാം തീയതി വരെ നമുക്ക് കാത്തിരുന്ന് കാണണം. അപ്പോൾ ആര് വന്നാലും ക്ഷേമ പെൻഷൻ ഇനി മുടങ്ങില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 1-ാം പിണറായി സർക്കാരാണ് എല്ലാ മാസവും 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ പെൻഷൻ വിതരണം ആക്കിയത്. കേരള സ്റ്റേറ്റ് സോഷ്യൽ പെൻഷൻ സെക്യൂരിറ്റി ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചതിന് ശേഷമാണ് അത്തരത്തിലുള്ള വിതരണം ആരംഭിച്ചത്. അതിനു മുമ്പ് മണി ഓർഡറായി വീടുകളിലേക്ക് 4-5 മാസത്തേത് ഒരുമിച്ച് അയക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 10 വർഷത്തിന് ശേഷം ഇനി ഭരണത്തിൽ ഏറുന്ന സർക്കാർ അത് ആരായാലും പെൻഷൻ വിതരണത്തിൽ ഇനി
പിന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത്. 2000 രൂപ ക്ഷേമ പെൻഷൻ ആര് ഭരണത്തിൽ വന്നാലും ഇനി 5 വർഷം കൊണ്ട് 3000 രൂപയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ മന്ത്രിസഭയുടെ ആദ്യ ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് അതെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ 2ഉം 3ഉം പെൻഷൻ ലഭിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇരട്ട പെൻഷനുകൾ നിർത്തലാക്കിയത്, അതായത് ക്ഷേമ ബോർഡുകളിൽ അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനും ലഭിച്ചിരുന്നു. എന്നാൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അത് നിർത്തലാക്കുന്ന അവസ്ഥ ഉണ്ടായി. അതിനുശേഷം ഒരു പെൻഷനാണ് കൃത്യമായിട്ട് പൂർണ്ണമായും ലഭിച്ചിരുന്നത്. 600 രൂപയാണ് രണ്ടാമത്തെ പെൻഷനായിട്ട് മാക്സിമം ലഭിച്ചിരുന്നത്. ചില ആളുകൾക്ക് അത് കിട്ടാത്ത അവസ്ഥയുമാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നത് ഇലക്ഷന് മുമ്പ് 5 മാസത്തേത് നൽകി എങ്കിലും പിന്നീടുള്ള 12 മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കിട്ടുന്നവർക്ക് 600 രൂപ മാത്രമാണുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടുന്നുമില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 600 മാത്രമാണ് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം 2000 കിട്ടുമ്പോഴാണ് ഇവരുടെ ഈ ദുർഗതി. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ അവകാശങ്ങളെല്ലാം മുടങ്ങി മരണപ്പെട്ടു പോയിട്ടും ഉണ്ട്. എന്തായാലും പുതിയ സർക്കാർ വരുമ്പോൾ ഇനി ഇരട്ട പെൻഷൻ ഉണ്ടാകുമോ, അതോ മുടങ്ങിയിട്ടുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ പുനഃസ്ഥാപിക്കുമോ, കൃത്യമായിട്ട് വിതരണം ചെയ്യുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന്. കാരണം മറ്റൊന്ന് മാനദണ്ഡങ്ങളാണ്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം, 1000 cc മുകളിലുള്ള വാഹനം, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, താമസിക്കുന്ന വീട്ടിൽ AC ഉൾപ്പെടെയുള്ള ആഡംബര സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ അവയെല്ലാം പെൻഷന് അർഹത ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ഇത് സ്വന്തമായിട്ട്, അതായത് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക് ലഭിച്ചോണം എന്നില്ല. അവർ ഉൾപ്പെടുന്ന റേഷൻ കാർഡിലെ മറ്റൊരു അംഗങ്ങൾക്ക് ഉണ്ട് എങ്കിലും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഇനി പുതിയ സർക്കാർ വന്നിട്ട് അതിൽ ഇളവ് നൽകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ട്. AC ഒക്കെ ഇപ്പോൾ ആഡംബര വസ്തു എന്നതിൽ നിന്നും ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. കാരണം AC ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, ഒന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. സാധാരണക്കാരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ച് AC വെക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റ് ആളുകളുടെ പെൻഷൻ മുടങ്ങിപ്പോകുന്ന സാഹചര്യം, അത് വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വീട്ടിലുള്ള ഏതെങ്കിലും മകനോ മകളോ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തതിൻ്റെ കാരണത്താൽ പാവപ്പെട്ട വൃദ്ധരുടെ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ള ആളുകളുടെയൊക്കെ പെൻഷൻ മുടങ്ങിപ്പോകുന്നത് സാഹചര്യം വളരെ ദയനീയമാണ്. അതിലെല്ലാം മാറ്റം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി മെയ് 20-ന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകുക. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന്, അത് ഏത് മുന്നണി ആയാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യ പെൻഷൻ വിതരണമാണ് മെയ് മാസത്തിൽ നടക്കുന്നത്. പക്ഷേ LDF സർക്കാരിൻ്റെ അവസാന ഉത്തരവിൽ ഒന്നാണ് മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. പക്ഷേ തുക അനുവദിക്കേണ്ടത് പുതിയ മന്ത്രിസഭയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇനിയും പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയായിരിക്കും വിതരണം ഉണ്ടാകുക. നിലവിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം തുടങ്ങിയെങ്കിലും 2 മാസം വിതരണം ചെയ്ത് ഏപ്രിൽ മാസത്തേത് കുടിശ്ശികയായിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ